ഹലോ ഹായ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, ബാംഗ്ലൂർ എത്തേണ്ട മൈസൂർ റോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ റിലേറ്റീവിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9 മണിയാകുമ്പോൾ പുറപ്പെട്ട് നേരെ കതിരൂർ, അവിടെ നിന്നാണ് പോകുന്നത് ബസ്സിൽ, KSRTC. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തേണ്ട മൈസൂർ റോഡിന്. അങ്ങനെ അവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവരുടെ വീട്ടുകൂടലിനാണ് പോകുന്നത്. അപ്പോൾ അവർ നമ്മളെ രാവിലെ 4:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തി. അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അങ്ങനെ അവരുടെ വീട്ടിലെത്തി. ഇതാണ് വീട്. രാവിലെയുള്ള കാഴ്ചയാണ്. ഓണമൊന്നുമല്ല, എന്നാലും അവർ ഓണത്തിൻ്റെ ഇതിൽ ഒരു പൂക്കളെല്ലോട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ ഇതാണ് വീട്. നല്ല അടിപൊളി വീടായിരുന്നു. അപ്പോൾ അവിടെ രാത്രി ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രാവിലത്തെ പൂജയായിരുന്നു. രാത്രി വാസ്തു പൂജ അങ്ങനെ എങ്ങാനാന്ന് തോന്നും. അപ്പോൾ രാവിലെ ഗണപതി ഹോമത്തിൻ്റെ കളങ്ങളെല്ലാം പൂജാരി വരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ നമ്മൾ ഫ്രഷായി. അപ്പോൾ ഇനി പൂജയാണ്. അപ്പം അതിന് എല്ലാവരും കൂടെ റെഡിയായി. അപ്പം പൂജേൻ്റെ ഇതെല്ലാം വെച്ച് അപ്പം ഭയങ്കര പുകയായത് കാരണം പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള ഗൃഹനാഥനും ഗൃഹനായികയും എല്ലാം കൂടി നിന്ന് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരും കാല് തൊട്ടെല്ലാം അനുഗ്രഹം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്ത് പിന്നെ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ ഇഡലിയും വടയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ അവിടെ കുറച്ച് നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടെല്ലാം എടുത്ത് അങ്ങനെ ബാക്കി വിശേഷങ്ങൾ, ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.